ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും നമ്മളെയൊക്കെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ കുട്ടിക്ക് ചായ കൊടുക്കുകയാണ്. അപ്പോൾ ചായക്ക് നൂൽപുട്ടായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചായ മുന്നിൽ വെച്ച് കൊടുത്ത ചായ കൂടുതലായിട്ട് കുടിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ചായ വെച്ച് കൊടുക്കാത്തത്. അപ്പോൾ ഞങ്ങളുടെ ചായയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും തേങ്ങ ഇടാൻ ആൾ വന്നിരുന്നു. രാവിലെ നേരത്തെ തെങ്ങ് കയറാനൊക്കെ ആൾക്കാർ ഇറങ്ങുമല്ലോ. വെയിലാകണതിൻ്റെ മുന്നേ തേങ്ങ അടിക്കലൊക്കെ കഴിഞ്ഞാൽ വേണ്ടിയിട്ട് അവർ നേരത്തെ വന്നിരുന്നു. അപ്പോൾ തേങ്ങ ഇട്ടു. അതൊക്കെ കഴിഞ്ഞ് കുട്ടിക്ക് ഫുഡ് കൊടുക്കലും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഞങ്ങൾ പോളിയോ വെക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. പോളിയോ വെക്കാൻ വേണ്ടി പോയപ്പോൾ ഹോസ്പിറ്റലിൽ നിർത്താണ്. പോളിയോ വെച്ചു. 1.5 വയസ്സിൻ്റെ പോളിയോയാണ് വെച്ചിരുന്നത്. ഒന്ന് കയ്യുമേലും ഒന്ന് കാലുമേലും ഉണ്ടായിരുന്നു. അപ്പം നല്ല വേദനയുള്ള പോളിയോ ഒക്കെയാണ്, പനിക്കും ചെയ്യും. അത് വെക്കാൻ വേണ്ടി പോയതാണ്. പോളിയോ ഒക്കെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോഴായിട്ട് അധികം വെക്കൽ. അതാണ് ഇവിടെ വന്നപ്പോൾ വെച്ചത്. കാരണം പനിയൊക്കെ ഉണ്ടാകുമ്പോൾ ഇവിടെ ആകുമ്പോൾ ഉമ്മ ഇവരൊക്കെ ഉണ്ടാവുമല്ലോ. അവിടെ ആകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കെല്ലാം ഉണ്ടാവും. അപ്പോൾ പേടിയാണ്. പോളിയോ വെച്ചതിന് ശേഷം വീട്ടിലെത്തിയിട്ട് ഇപ്പോൾ അവന് മരുന്ന് കൊടുത്തതിന് ശേഷം പച്ചപ്പട്ട ഉണ്ടായിരുന്നു. അത് ചൂലിന് വേണ്ടിയിട്ട് ചീന്താനിരുന്നതാണ്. അപ്പോൾ ചൂലെനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എൻ്റെ അവിടെയുള്ള ചൂലൊക്കെ ഏടന്നിരുന്നു, കുറ്റിച്ചൂലായിരുന്നു. അപ്പോൾ ഞാൻ തേങ്ങ ഇടുമ്പോൾ തന്നെ പച്ചപ്പട്ട ഇടിച്ച ഒരു 4-5 പച്ചപ്പട്ട. അപ്പോൾ ഞാൻ ചൂലിന്തിന് കണ്ടപ്പോഴാണ് ഒരു ചേച്ചി വന്നത്, ഞങ്ങളുടെ അടുത്ത വീട്ടിലെ ചേച്ചി. അപ്പോൾ ആ ചേച്ചി എന്നെ സഹായിച്ചു. പിന്നെ ചേച്ചി വന്നതിന് ശേഷം ചേച്ചി മീൻ കൂടിയായിട്ടോ ചൂലിന്തൽ. അപ്പോൾ പിന്നെ ഞാൻ അവിടെ നിന്നാണ് മാറി. കാരണം കുട്ടിയെ പോളിയോ കൊടുത്തിട്ട് കുട്ടി അങ്ങനെ കളിക്കുക, കല്ലൊക്കെ ചെവിയിലും മൂക്കിലൊക്കെ ഇടാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അതിന് അവൻ്റെ ഒപ്പം ഞാൻ അങ്ങനെ നിന്നു. അപ്പോൾ അവർ രണ്ടാളും കൂടി അങ്ങനെ ചൂലേന്തി വർത്താനം പറഞ്ഞിട്ട് അവിടെ എൻ്റെ ചൂലൊരു അരമണിക്കൂറോട്ട് ഒരു ചൂല് റെഡിയായി കിട്ടി. അല്ലെങ്കിലും ഇവരൊക്കെ ഞങ്ങളെപ്പോഴും ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഞാൻ ഡെലിവറി ചെയ്ത് കിടക്കുന്ന സമയത്തും എപ്പോഴും ഹെൽപ്പ് ചെയ്യും. എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്തു തരും. നമുക്കിവിടെ ആളെ കിട്ടാനൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. എന്ത് പണിക്കും ഇവരൊക്കെ വന്നാൽ ചെയ്തു തരുമൊക്കെ ചെയ്യും. അവരങ്ങനെ നാട്ടിലെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു ജോലി ഹിന്ദി. ഞാൻ എൻ്റെ കുട്ടീനെ അങ്ങനെ നിന്ന് നോക്കി. അവനവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവനെ എപ്പോഴും ശ്രദ്ധിക്കും വേണം. എപ്പോഴാണ് കല്ലൊക്കെ വായക്കോ മൂക്കിലേക്കൊക്കെ ഇടുകയെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതും ശ്രദ്ധിക്കണം അവനെ. ഞാനവനെ നോക്കിക്കൊണ്ടിരുന്നു. അവർ ചൂല് ചീന്തി. മൂത്താപ്പാരൊക്കെ ഉണ്ട്, അവരെ വിളിക്കണം. അവനക്ക് ഇടക്കിടക്ക എൻ്റെ ആണ്ടല്ലോ അടിയാണ് കിട്ടും. ഫോൺ ഇട്ടോ എന്നാ അടി. അപ്പോൾ അങ്ങനെ ചൂല് റെഡിയാക്കി കിട്ടി. അപ്പോഴത്തേനാണ് റമദാനിൽ അരി വിതരണം ചെയ്യുന്ന നമ്മളെ കുടുംബക്കാരുണ്ട്, അവർ നമുക്ക് അരി കൊണ്ട് നേരം വന്നത്. അപ്പോൾ അവർ എല്ലായിടത്തും ലോറിയിൽ അരി ഇറക്കണതാണ്. എല്ലാവർക്കും അരി ഇറക്കി കൊടുക്കും. നമുക്കൊക്കെ 50 കിലോനോ ഒക്കെയാണ്, പുറത്തുള്ളവർക്ക് 20 കിലോന്. പിന്നെ എല്ലാ മതത്തിൽപ്പെട്ടവർക്കും കൊടുക്കും. അവർക്കൊക്കെ 10 കിലോനും വെച്ചിട്ടൊക്കെ കൊടുക്കും.
അപ്പോൾ അവർക്കും എല്ലാവർക്കും അള്ളാഹു റഹ്മത്തും ബർക്കത്തും കൊടുക്കട്ടെ. അപ്പോൾ ഇത് വിറകെട്ടണ മെഷീൻ വന്നാണ് കേട്ടോ. തലേ ദിവസം വിറകെട്ടണ മെഷീൻ വന്നിട്ട് കുറേ വിറകൊക്കെ വെട്ടിപ്പോയി. കുറച്ച് മരം മുറിച്ചതും എല്ലാതും ഉണ്ടായിരുന്നു വിറകിന് പറ്റിയതൊക്കെ. അപ്പോൾ ഒരുപാട് വിറകൊക്കെ മുറിച്ചിരുന്ന് പോയി. അപ്പോൾ ആ വിറക് മുറിക്കണത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവന് നല്ല ഇഷ്ടമായിക്കണം വിറക് മുറിക്കണത് കാണണമൊക്കെ. അവനത് നോക്കി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പോൾ ഇത്രയും വിറക് മുറിച്ചു കേട്ടോ. കുറച്ച് കൂടുതൽ വിറകുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് കൊണ്ടുപോകാം അമ്മ കുറേ പറയണം, കുറച്ച് കൊണ്ടുപോയിക്കോണം. അപ്പോൾ എനിക്കും കുറച്ച് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവൻ കഞ്ഞൂടിയൊക്കെ കഴിഞ്ഞൊന്ന് ഉറങ്ങി നീച്ചിട്ടാണ്. ഉറങ്ങി നീച്ചപ്പോൾ അവന് പനി തുടങ്ങി, നല്ല പനിയുണ്ട്. അപ്പോൾ വാശിയും കരച്ചിലൊക്കെ ആയിട്ട് അവനെ കനാലിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയിക്കാണ് കരച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട്. നല്ല കൂടുതലായിട്ട് പനിയുണ്ട്. ഇപ്പം ഞങ്ങളുടെ ഭാഗത്ത് റോഡും സ്ഥലങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ കേട്ടോ, മലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കനാലിൽ വെള്ളം മുട്ടൊക്കെയാണ്, ഡാം തുറന്നിട്ട്. അപ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലമൊക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെയുള്ളൂ. ശരി, ഓക്കെ.